കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള സിയാനെയാണ്. അവനൊരു പൈലറ്റ് ആണ്. പക്ഷെ അവനിപ്പോ ഫ്ലൈ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കാണ്. അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സ് ഒക്കെ നീക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയാതെ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവര് കാര്യം അറിയാണ്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എയർ ഹോസ്റ്റസ്മാരും മാക്സിമം യാത്രക്കാരെ ശാന്തമാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ സഹകരിക്കുന്നില്ല. അപ്പോ സിയാൻ തന്നെ എല്ലാവരോടും ഞാൻ നിങ്ങളെ എന്തായാലും സേഫ് ആയിട്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്യിപ്പിക്കും എന്ന കാര്യം അനൗൺസ് ചെയ്യുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ സേഫ് ആയിട്ട് ആ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം അവനിപ്പോ എയർപോർട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വരുമ്പോ തന്നെ എല്ലാവരും അവനെ സ്വീകരിക്കാനായിട്ട് നിൽക്കാണ്. കാരണം അവൻ വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടാണല്ലോ എല്ലാവരെയും സേഫ് ആയിട്ട് എത്തിച്ചേക്കുന്നത്. മാത്രമല്ല ഇവൻ നല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ചെയ്യുന്ന ജോലിയോട് വളരെ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ഇവന് ഒരുപാട് ഫാൻസും ഉണ്ട്. ഇപ്പോ സിയാൻ വീണ്ടും ഒരു രക്ഷകനായതുകൊണ്ട് തന്നെ മിക്കുള്ള ലേഡി സ്റ്റാഫും ഇവനോട് വന്ന് എനിക്ക് നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആവാൻ താല്പര്യമുണ്ട് എന്ന കാര്യം അറിയിക്കുന്നു. പക്ഷെ അവനപ്പോ എല്ലാവരോടും തനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഒരു എയർ ഹോസ്റ്റസിനെ പരിചയപ്പെടുത്തുന്നു. അവളുടെ പേര് റെയ്ന എന്നാണ്. എന്നാൽ അതേ സമയം തന്നെ സിയാന്റെ ഫോട്ടോസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുകയാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള യാവോ. അവളും ആ ഒരു എയർലൈനിൽ പുതിയതായിട്ട് ജോലി ചെയ്യാൻ വന്ന സ്റ്റാഫാണ്. പക്ഷെ സിയാൻ ഗ്ലാസ് മാറ്റുമ്പോഴാണ് അവന്റെ ശരിക്കുമുള്ള മുഖം ഇവളെ കാണുന്നത്. അതേപോലെ തന്നെ ഇവളെയും സിയാൻ കാണുന്നു. അവനും ഇവളെ കണ്ട് ഷോക്ക് ആവുന്നു. ഇവളും അവനെ കണ്ട് ഷോക്ക് ആവുന്നു. അപ്പോ ഇവള് ഇതെന്റെ എക്സ് ഹസ്ബൻഡ് സിയാൻ അല്ലേ എന്ന് ചിന്തിക്കുന്നു. കാരണം ഇവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ വിവാഹം കഴിച്ചവരാണ്. അവര് തമ്മിൽ അന്ന് നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. അവരുടെ ഡ്രീംസും അംബീഷൻസും ഒക്കെ ഒരുമിച്ച് നിന്ന് സാക്ഷാത്കരിക്കണം എന്നൊക്കെയായിരുന്നു അന്ന് അവരുടെ പ്ലാൻ. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതിപ്പോ എങ്ങനെ ആയിരിക്കാണ്. സോ ഇപ്പോ ഇവളെ ഇവിടെ കണ്ട് അവൻ അടുത്തേക്ക് വരുന്നു. അപ്പോ ഇവളുടെ മനസ്സിൽ നമ്മൾ ഡിവോഴ്സ് ആയിട്ട് 3 വർഷമായി. ഇതിനിടയ്ക്ക് പലതവണ ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നു. കാരണം ഇപ്പോ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് മറ്റൊരു പെൺകുട്ടി അവനോടൊപ്പം ഉണ്ടല്ലോ. മാത്രമല്ല അവൻ അവളെയും അവൾ അവനെയും വളരെ കെയർ ചെയ്യുന്നു. അതൊക്കെ കണ്ട് സഹിക്കാതെ ഇവൾ അവിടെ നിന്ന് പിന്തിരിയുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളെ ചെന്ന് അറിയാതെ ഇവളെ തട്ടുന്നു. ഇവള് പെട്ടെന്ന് അയാളോട് സോറി ചോദിക്കുന്നുണ്ട്. പക്ഷെ അയാള് ഞാൻ നിന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ല, ഞാൻ നിന്നോട് ക്ഷമിക്കണമെങ്കിൽ നിന്നെ നമ്പരുങ്ങതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ശല്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോ അതൊക്കെ തന്നെ സിയാനും കണ്ടോണ്ട് നിൽക്കാണ്. യാവോ വിചാരിക്കുന്നുണ്ട് സിയാൻ വന്ന് അവളെ രക്ഷിക്കുമെന്ന്. പക്ഷെ അവൻ അത് കണ്ടോണ്ട് നിൽക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല. ഇവൾക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ഇയാളെ ചേർത്ത് നിൽക്കാനും ഇവൾക്ക് ആവുന്നില്ല. പിന്നെ വേറെ നിവൃത്തിയില്ലാതെ സിയാൻ തന്നെ വന്ന് അയാൾക്ക് നല്ലത് കൊടുത്ത് സെക്യൂരിറ്റിയോടെ ഇവിടെ നിന്ന് ഇയാളെ പിടിച്ചോണ്ട് പോവാനായിട്ട് പറയുന്നു. എന്നിട്ട് നമ്മുടെ യാവോടെ അടുത്തേക്ക് വന്ന് ഓ ഇത് നീ ആയിരുന്നല്ലേ, 3 വർഷമായല്ലേ നമ്മളെ കണ്ടിട്ട്, നീ എന്താ നിന്റെ കസ്റ്റമേഴ്സിനെ വലവീശി പിടിക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാൻ ആരെയും വലവീശി പിടിക്കാൻ നോക്കിയിട്ടില്ല, ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോ ഇവൻ നീ എന്ത് ചെയ്താലും ആരും നിന്നെ നോക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഇവൾക്ക് ദേഷ്യം വരുന്നു. ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ അതുകൊണ്ട് തന്നെ ഇവനോട് സിയാൻ നമ്മളെ ഡിവോഴ്സ് ആയിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്, നിനക്കൊന്നും മര്യാദയ്ക്ക് സംസാരിച്ചൂടെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ഡിവോഴ്സിൽ സൈൻ ചെയ്യിപ്പിച്ചത്, നിനക്ക് എന്നെ കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അബ്രോഡേക്ക് തന്നെ പോയത്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറയുമ്പോ ഇവൻ എനിക്കിതിന്റെ ഒരു കാര്യവും കേൾക്കാൻ താല്പര്യമില്ല, നിന്റെ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതുമല്ല, നീ എന്താ വിചാരിച്ചത് ഞാൻ നിന്നെ ഓർത്തോണ്ടിരിക്കുകയാണെന്ന് എന്ന് ചോദിക്കുമ്പോ ഇവനോട് എത്ര ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി പോവാൻ തുടങ്ങുമ്പോ ഇവൻ തടഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ ഏതെങ്കിലും സ്പോൺസർമാരെ ഒപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവന്റെ ഒരു കാർഡ് എടുത്ത് ഇവളെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അവന്റെ മനസ്സിൽ ഫുള്ള് ഇവളൊരു മോശക്കാരിയാണ് എന്നൊരു ചിത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവളെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അവൻ അങ്ങനെയൊക്കെ പെരുമാറുന്നതിന്റെ കാരണം എന്താണെന്ന് ഇവൾക്ക് ഇതുവരെ അറിയില്ല. പക്ഷെ ഇവള് ഇത്രയും നാളും ഇവനെ കുറിച്ച് മാത്രം വിചാരിച്ചാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവൾക്ക് സ്വയം കുറ്റബോധം തോന്നാനായിട്ട് തുടങ്ങുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് യാവോ അവളിപ്പോ പുതിയൊരു ജോലിക്ക് കയറിയതാണല്ലോ. പക്ഷെ അവളുടെ ഫസ്റ്റ് ടാസ്ക് തന്നെ അവൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അവൾ ആ ഒരു എയർലൈനിൽ PRO സംതിങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവൾക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇവളുടെ സൂപ്പർവൈസർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ പത്രക്കാർക്കും മിസ്റ്റർ സിയാന്റെ ഫോട്ടോസും ആർട്ടിക്കിൾസും കിട്ടി, ഇതിനകത്ത് ജോലി ചെയ്തിട്ടും നിനക്കൊന്നും ഇതുവരെ അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ യാവോയ്ക്കും അതേപോലെ തന്നെ അവളുടെ ഒരു ഫ്രണ്ടിനുമാണ് ഇയാളുടെ വായിരിക്കുന്നത് മൊത്തം കേൾക്കുന്നത്. അപ്പോ ആ ഒരു ഫ്രണ്ട് സൂപ്പർവൈസറോട് സർ ഞങ്ങൾക്ക് ഒരു അവസരം കൂടി തരണം, ഭയങ്കര തിരക്കായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത് എന്ന് പറയുമ്പോൾ ഇയാള് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസത്തെ സമയം തരും, അതിനുള്ളിൽ മിസ്റ്റർ സിയാനുമായിട്ടുള്ള ഇന്റർവ്യൂ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുമ്പോൾ ഇവര് അതെങ്ങനെയാണ് സാർ നടക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയായിട്ട് ഇന്റർവ്യൂ എടുക്കാനായിട്ട് ചെല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാള്
അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നീയൊക്കെ അത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും രണ്ടെണ്ണത്തെയും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നു. അപ്പോ വെളിയിൽ വന്നിട്ട് ഈ ഫ്രണ്ട് യാവോടി എടുത്ത് എടി നമ്മളിപ്പോ എന്താ ചെയ്യാ, അയാളാണെങ്കിൽ ഒരു മുരടനാണെന്നാ കേട്ടിട്ടുള്ളത്, എന്ത് പറഞ്ഞ അങ്ങോട്ട് ഇന്റർവ്യൂവിനായിട്ട് ചെല്ലുന്നത് എന്ന് ചോദിക്കുമ്പോ യാവോ ഞാനതെല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോ സിയാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ ഇന്റർവ്യൂവിനായിട്ട് എത്തിയിരിക്കുകയാണ്. അതായത് നേരത്തെ തന്നെ സിയാൻ അവന്റെ കാർഡ് ഇവളെ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നല്ലോ. സോ അത് വെച്ചിട്ടാണ് ഇവളിപ്പോ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോ യാവോ ഫ്രണ്ടിനോട് എടി നീ എന്തായാലും പോയിട്ട് വാ, ഞാൻ അകത്തോട്ടില്ല, അങ്ങോട്ട് വന്നല്ല ശരിയാവില്ല എന്ന് പറയുമ്പോ ഈ ഫ്രണ്ട് അതെന്താ നീ ഇപ്പൊ അങ്ങനെ പറയുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ, നീയും വന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെയും വലിച്ചെടുത്തോണ്ട് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും റെയ്ന ഇവരുടെ അടുത്തേക്ക് വന്ന് ഓ നിങ്ങൾ എത്തിയോ, എത്ര പെട്ടെന്നാ ഞാനും സിയാനും എൻഗേജ്ഡ് ആവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുമ്പോ യാവോ അത് കേട്ട് ഞെട്ടുന്നു. അവൾ അപ്പോഴാണ് അത് അറിയുന്നത്. അപ്പോ സിയാനും അങ്ങോട്ടേക്ക് വന്ന് ഓ നീ ഞാൻ പറഞ്ഞതുപോലെ വല്ല സ്പോൺസറിനെയും തപ്പി എന്റെ അടുത്ത് വന്നതാണോ എന്ന് ചോദിക്കുമ്പോ യാവോ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. അപ്പൊ ഇവൻ അവരോട് പോയിട്ട് പിന്നെ എങ്ങനും വാ, ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനോടൊപ്പം ഡേറ്റിന് പോവാണ് എന്ന് പറയുമ്പോ യാവോ നിങ്ങൾ പുറത്തുള്ള മാധ്യമങ്ങൾക്കൊക്കെ ഇന്റർവ്യൂ നൽകാറുണ്ട്, പക്ഷെ നിങ്ങളെ സ്വന്തം കമ്പനിക്ക് വേണ്ടി എന്തുകൊണ്ട് ഇന്റർവ്യൂ തരുന്നില്ല എന്ന് ചോദിക്കുമ്പോ അവനും ശരി, പക്ഷേ നീ അകത്തോട്ട് വരുന്നതിന് മുന്നേ സ്വയം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അകത്തോട്ട് വരാനെന്ന് പറയുന്നു. അപ്പൊ ഇവള് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോ അവന്റെ ദേഹത്തുള്ള അഴുക്കെല്ലാം ക്ലീൻ ചെയ്തിട്ട് അകത്ത് കയറിയാൽ മതി, ഞാൻ പറഞ്ഞത് ദേ ഇല്ല കാണുന്ന വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് വരാനാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗാർഡനിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം കാണിക്കുന്നു. അപ്പൊ ഇവള് അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോ ഇവൻ ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ തരാൻ ഉദ്ദേശിക്കുന്നത് വെറും 15 മിനിറ്റ് ആണ്, അതിലിപ്പോ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞു, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയുമ്പോ ഇവൻ മനഃപൂർവ്വം തന്നെ ഇവളെ നാണം കെടുത്താനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അവൾക്ക് ആ ഒരു ഇന്റർവ്യൂ വേണമല്ലോ, അതിനായിട്ട് തന്നെ സ്വയം നനയാനായിട്ട് നിൽക്കുന്നു. സിയാൻ പറയുന്നത് കൊണ്ട് തന്നെ ആ ഒരു സെർവന്റും ഇവളുടെ ദേഹത്ത് ഫുള്ള് വെള്ളം ഒഴിച്ച് അവളെ കുളിപ്പിക്കുന്നു. റെയ്നയ്ക്ക് അത് കാണുമ്പോ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ യാവോ ഉള്ളില് ഫുള്ള് കരയാണ്. കാരണം പണ്ടൊക്കെ ഇവൻ ഇവളോട് എങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സിയാനും ഇവള് നനയുന്നത് അത്ര സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റെയ്നയും കൂട്ടി അകത്തേക്ക് പോകുന്നു. അതിനുശേഷം ഇവര് രണ്ടുപേരും അകത്തോട്ട് അവന്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ചെല്ലുന്നു. അപ്പോ റെയ്ന സിയാനോട് ഇങ്ങനെയാണോ ഇന്റർവ്യൂ എടുക്കുന്നത്, ഇവള് ഫുള്ള് നനഞ്ഞ് കുഴഞ്ഞിരിക്കുകയാണല്ലോ, മാത്രല്ല ഇവിടേക്ക് ഫുള്ള് വൃത്തിയിടാക്കും എന്ന് പറയുമ്പോൾ സിയാനും ഒരു ഡ്രസ്സ് എടുത്ത് ഇവൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എന്റെ വീട് വൃത്തിയിടാക്കാതെ പോയി മാറിയിട്ട് വരാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവളും അവൻ കൊടുത്ത ആ ഒരു ഡ്രസ് ഒക്കെ ഇട്ട് വരുന്നു. ആ ഒരു ലുക്കില് അവളെ കാണുന്ന സമയത്ത് ഇവന്റെ മനസ്സൊന്ന് ഇടറുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇവൻ മസിൽ പിടിച്ചു നിൽക്കാണ്. അങ്ങനെ ഇവര് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും സിയാൻ ഒരു കൂസലില്ലാതെ റെയ്നയോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. ഇവരെ അവോയ്ഡ് ചെയ്യുന്നു. അപ്പൊ അത് കണ്ട് ദേഷ്യമൊന്ന് യാവോ അവനോട് നിങ്ങളെ ദയവ് ചെയ്ത് ഞങ്ങളോടൊപ്പം സഹകരിക്കണം, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ഇവൻ അവരോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നീട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇവൻ ഇരുന്ന് മറുപടി പറയുന്നു. അതിനുശേഷം നമ്മളെ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. തലേന്നെടുത്ത ആ ഒരു സിയാന്റെ ഇന്റർവ്യൂ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവര് രണ്ടുപേരും അവരുടെ സൂപ്പർവൈസറെ ഏൽപ്പിക്കുന്നു. പക്ഷെ അയാള് അത് കണ്ട് ഇവരോട് ദേഷ്യപ്പെടാണ്. ഒരാള് എന്നെ ഇത് വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് ഫേക്ക് ആണെന്ന് അറിയില്ലായിരുന്നോ എന്ന് പറഞ്ഞാണ് ഇയാളിപ്പോ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് ഇയാളിപ്പോ പറയുന്നത് ഇവര് തലേന്ന് സിയാനുമായിട്ട് എടുത്ത ആ ഒരു ഇന്റർവ്യൂ കെട്ടിച്ചമച്ചതാണ്, ഇവർക്കൊരിക്കലും നേരിട്ട് അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ ഇന്റർവ്യൂ എടുക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ്. ഇവരെടുത്തിരിക്കുന്ന ആ ഒരു ഇന്റർവ്യൂ ഒരു ആർട്ടിക്കിളിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. സോ അതുകൊണ്ട് തന്നെ വീഡിയോയോ കാര്യങ്ങളോ തെളിവായിട്ട് ഇവരുടെ കയ്യിലില്ല. ഇവര് എത്ര പറഞ്ഞിട്ടും അയാൾ അത് വിശ്വസിക്കുന്നില്ല. അപ്പോഴേക്കും റീന അങ്ങോട്ട് എത്തുന്നു. സത്യത്തില് ഇവളെ തന്നെയാണ് ആ ഒരു സൂപ്പർവൈസറോട് ആ ഒരു ഇന്റർവ്യൂ ഫേക്ക് ആണ് എന്ന കാര്യം അറിയിച്ചത്. അപ്പോ യാവോയുടെ ഫ്രണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാ ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞത്, നിങ്ങളും ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ സൂപ്പർവൈസർ മാഡത്തിനെയാണോ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്, നിന്റെയൊക്കെ ചോദ്യത്തിന് മറുപടി പറയേണ്ട ആവശ്യം മാഡത്തിന് ഇല്ല എന്ന് പറയുന്നു. ഇയാള് ഇവൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നതിന് കാരണം ഇവള് സിയാന്റെ ഗേൾഫ്രണ്ട് ആണ് എന്നാണല്ലോ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോ യാവോ സൂപ്പർവൈസറോട് സർ ഞങ്ങൾ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് മിസ്റ്റർ സിയാനോട് സാർ ഒന്ന് അന്വേഷിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ തന്നെ സത്യമാണോ കള്ളമാണോ എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് സിയാൻ അങ്ങോട്ടേക്ക് വരുന്നു. അവൻ വരുമ്പോ യാവോ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവൻ സത്യം പറയൂന്ന്. പക്ഷെ അവനും വന്ന് പറയുന്നത് ഇവര് ഇന്റർവ്യൂ എടുത്തിട്ടില്ല, ഇത് ഫേക്ക് തന്നെയാണ് എന്നാണ്. അപ്പോ അത് കേട്ട് ഇവള് ഷോക്കായി നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ അവൻ ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്,
നിങ്ങളെ പോലുള്ള ന്യൂ എംപ്ലോയീസിനെ എങ്ങനെയാണ് എന്നെ പോലെ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോ ആ സൂപ്പർവൈസർ, സർ ക്ഷമിക്കണം, ഇവളുമാരെ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല, ഇപ്പൊ തന്നെ ഞാൻ ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കാം എന്ന് പറയുമ്പോൾ റെയ്നയും, അതെ, ഇവരെ ഇവിടെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അത് മറ്റുള്ളവർക്കും തെറ്റ് ചെയ്യാനുള്ള പ്രേരണയാകും, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ പിടിച്ച് പുറത്താക്കാൻ പറയുമ്പോൾ സിയാനും ഈ സൂപ്പർവൈസറോട് എത്രയും പെട്ടെന്ന് ഈ എയർലൈനിൽ നിന്ന് തന്നെ ഇവരെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോ അത് കേട്ട് യാവോ, നീ ഈ വഴിയാണോ എന്നോട് പ്രതികാരം ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോ പെട്ടെന്ന് തന്നെ ഇവനൊരു പഴയ കാര്യം ഓർക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവര് പഠിക്കുമ്പോൾ തന്നെ വിവാഹിതരായവരാണ്. അപ്പോ ആ ഒരു വിവാഹം കഴിഞ്ഞ എക്സൈറ്റ്മെന്റിൽ ഇവൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഇവനോട്, എടാ ഇതൊന്ന് നോക്കിയേ, നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിൽ വന്നത് എന്റെ ഗേൾ ഫ്രണ്ട് ഏതോ കിളവനോടൊപ്പാണെന്നാ ഇതിലിവര് പറയുന്നത്, അവളത്ര ശരിയല്ലെന്നാ എല്ലാരും പറയുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ, ഇതൊന്നും വിശ്വസിക്കല്ലേ, എത്ര പേരെ കുറിച്ചാ ഇവരിങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്, അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഫ്രണ്ട്, എങ്കിൽ പിന്നെ നീ അവളെ എന്ന് വിളിച്ചു നോക്കാനായിട്ട് പറയുന്നു. അങ്ങനെ സിയാന നമ്മുടെ യാവോയും വിളിച്ചു നോക്കുന്നു. പക്ഷെ അവളെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൻ അത് കാര്യമായി എടുക്കാതെ, വാടാ നമുക്ക് പോയി അവൾക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഫ്രണ്ടിനെയും വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ അവര് ആ ഒരു സ്നാക്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വരുന്ന വഴിക്ക് നോക്കുമ്പോൾ യാവോ ഒരു വയസ്സായ ആളെ കെട്ടിപ്പിടിക്കുന്നതും അതേപോലെ തന്നെ അടുത്ത് ഇടപഴകുന്നതും ഒക്കെ ഇവൻ കാണുന്നു. അപ്പോ അതും കൂടി കാണുമ്പോൾ നേരത്തെ ആരൊക്കെ പറഞ്ഞത് സത്യമാണ് എന്ന് ഇവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യമെന്ന് ഒന്നും പറയാനോ ചോദിക്കാനോ നിൽക്കാതെ അവൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷമാണ് ഇവൻ അവളോട് ബ്രേക്കപ്പ് ആകുന്നതും അതേപോലെ തന്നെ അവളുടെ കയ്യിൽ നിന്ന് ഫോഴ്സ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങുന്നതും ഒക്കെ. അപ്പോ അതൊക്കെ ചിന്തിച്ചിട്ട് ഇവൻ, നീ ചെയ്തതിന് ഇതെങ്കിലും ഞാൻ തിരിച്ചു തരണ്ടേ എന്ന് ചോദിക്കുമ്പോ ഇവളും, ശരി ആയിക്കോട്ടെ, ഞാൻ ഇവിടുന്ന് പോയി തരാം, പക്ഷെ എന്റെ ഫ്രണ്ട് നിരപരാധിയാണ്, അവളെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് യാവോ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇപ്പൊ ഇവള് അവളുടെ റിസൈൻ ലെറ്റർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവള് മനസ്സിൽ സ്വയം, നീ മാത്രമാണ് ഇപ്പൊ ഈ റിലേഷനിൽ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നത്, സിയാൻ ഒരിക്കലും പഴയതുപോലെ മടങ്ങി വരാൻ പോകുന്നില്ല, നീ ഇനിയെങ്കിലും ഒന്ന് മാറാൻ ശ്രമിക്കുക എന്നൊക്കെ അവള് സ്വയം പറയുന്നു. അപ്പോഴേക്കും ആ ഒരു ഫ്രണ്ട് ഇവളുടെ അടുത്തേക്ക് വന്ന്, എടി അവരെന്തൊക്കെയാ ഈ കാണിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ യാവോ, പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു, നീ അതൊന്നും ഓർത്ത് വിഷമിക്കാനാ, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കുന്നു. അപ്പോഴേക്കും ഇവളുടെ ഫാദർ ഇവളെ കോൾ ചെയ്യുന്നു. എന്നിട്ട് ഇവളോട്, മോളെ നിനക്ക് ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആരെങ്കിലും തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇവള്, അങ്ങനെയൊന്നും ഇല്ല അച്ഛ എന്ന് പറയുമ്പോ അദ്ദേഹം, ഞാൻ ഇപ്പൊ തന്നെ ആ മാനേജറിനെ വിളിക്കാം, എന്റെ മോക്ക് ഈസി ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞോളാം, കോങ് എയർലൈൻസിന്റെ ഓരോ ഒരു അവകാശിയെ ആര് ബുള്ളി ചെയ്യാൻ നോക്കിയാലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോ ഇവള്, അച്ഛ ഞാൻ ഓക്കെയാണ്, എനിക്കിവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിച്ചിട്ട് അവളെ ഫോൺ കട്ട് ചെയ്യുന്നു. യഥാർത്ഥത്തില് ഇവളിപ്പോ ജോലി ചെയ്യുന്ന എയർലൈൻ അവളുടെ അച്ഛൻ്റെത് തന്നെയാണ്. ഇവൾക്ക് അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവളുടെ ആ ഒരു ഐഡന്റിറ്റി മറച്ചു വെച്ച് ഒരു സാധാരണക്കാരിയെ പോലെ അവിടെ നിൽക്കുന്നത്. ആ ഒരു കാര്യം സിയാന് പോലും അറിയില്ല. അങ്ങനെ അതിനുശേഷം ഇവള് വളരെ ശോകത്തില് അവിടെയുള്ള ഒരു ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവളുടെ ഒരു ഫാമിലി ഫ്രണ്ടും അതേപോലെ തന്നെ സീനിയറും ഒക്കെ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട്, അവന്റെ പേര് ജോൺ എന്നാണ്, അവനും അവിടെ തന്നെ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങോട്ടേക്ക് വന്ന്, നീ എപ്പോഴാ യുഎസിൽ നിന്ന് തിരിച്ചെത്തിയത്, വന്ന കാര്യം എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള്, അതിന് ചേട്ടൻ ബിസി അല്ലേ, ടോപ്പ് 10 പൈലറ്റില് ഒരാളല്ലേ, സോ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയാണെന്ന് പറയുന്നു. അപ്പൊ ഇവനും, എങ്കിലും നീ എന്താ നേരത്തെ വന്നത്, ഞാൻ വിചാരിച്ചത് നീ അങ്കിളിനോടും ആന്റിയോടൊപ്പം മാത്രമേ വരോളെന്നാ, ഇനി നീ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ഹസ്ബൻഡിനെ തേടി വല്ലതും വന്നതാണോ എന്ന് ചോദിക്കുമ്പോ ഇവള്, ഞങ്ങൾ തമ്മിലുള്ളതൊക്കെ അന്നേ അവസാനിച്ചതാ എന്ന് പറയുമ്പോ ജോൺ അവളുടെ കൈ പിടിച്ചിട്ട്, നീ വിഷമിക്കണ്ട, ആരില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു. ജോണിന് ഒരു താല്പര്യമൊക്കെ നമ്മുടെ യാവോടെ അടുത്തുണ്ട്, അവളുടെ പാസ്റ്റിനെ കുറിച്ചും ഇവന് നല്ലതുപോലെ തന്നെ അറിയാം. പക്ഷെ ഇവരിങ്ങനെ കൈയൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ സിയാനും റെയ്നയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് സിയാൻ ഇവളോട്, അല്ല ഒരു ജോലി നഷ്ടപ്പെട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും നീ പുതിയ ബന്ധം തേടിയാണോ ആദ്യം പോയത്, നിന്നെയൊക്കെ സമ്മതിക്കണം എന്ന് പറഞ്ഞ് ഇവളെ കുത്തി സംസാരിക്കുമ്പോൾ ജോൺ യാവോടെ അടുത്ത്, യാവോ നിനക്ക് ഇവരെ അറിയാമോ എന്ന് ചോദിക്കുന്നു. സത്യത്തില് അവനറിയാം ഇവര് തമ്മിൽ മാരീഡ് ആയ കാര്യങ്ങളും അതേപോലെ തന്നെ ഡിവോഴ്സ് ആയ കാര്യങ്ങളും, സിയാനാണ് ഇവളുടെ എക്സ് ഹസ്ബൻഡ് എന്ന കാര്യങ്ങളൊക്കെ. സോ ഇവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ യാവോടെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ യാവോയും, എനിക്കൊന്നും അറിയില്ല, ഇവിടെ ആളുകളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്, നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കാം എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോ സിയാൻ അവളെ തടഞ്ഞു നിർത്തി, ഓ ഞാൻ നിന്റെ ബിസിനസ്സിൽ ഇടപെടുമെന്ന് കരുതിയാണോ നീ ഓടുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് അവന്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് പോവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവൻ വിടുന്നില്ല. അതുകൊണ്ട് തന്നെ ജോൺ സിയാന് നല്ലത് കൊടുക്കുന്നു. അപ്പോ സിയാനും തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ വരുമ്പോ യാവോ ഇടയ്ക്ക് കയറുന്നു. അപ്പോ സിയാൻ, ഓ നീ ഇവന് വേണ്ടിയിട്ടാണോ സപ്പോർട്ട് നിൽക്കുന്നത്, ഇവനെ സപ്പോർട്ട് ചെയ്താലോ നിനക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള്, അതെ, എന്തായാലും നിന്നെ പോലെ എവിടെയും ഇവനെ
നാണം കെടുത്താനായിട്ട് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജോണിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ സിയാന് അത് നല്ല ദേഷ്യമാവുന്നുണ്ട്. അതിനുശേഷം ജോൺ തന്നെ യാവോയെ വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് അവര് പോവാനായിട്ട് തുടങ്ങുമ്പോൾ ജോണിന് ഒരു കോള് വരുന്നു. ഇവൻ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെയാണല്ലോ തല്ലിയത്, അതുകൊണ്ട് തന്നെ അതിപ്പോ ഒരു ചെറിയ പ്രശ്നമായിരിക്കാം. സോ അതിനുള്ള എക്സ്പ്ലനേഷൻ തരാനായിട്ട് ജോണിനെ മാനേജ്മെന്റ് വിളിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവളും നീ പോയിട്ട് വാ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കുന്നു. അപ്പോ നമ്മൾ നേരത്തെ സിയാനോടൊപ്പം പഠിച്ചിരുന്ന ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടിരുന്നല്ലോ, ആ ഒരു ഫ്രണ്ടും ഇപ്പോ ഈ ഒരു എയർലൈനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവനും ഒരു പൈലറ്റ് തന്നെയാണ്. അപ്പോ ഇവൻ ഇവളെ കണ്ടുകൊണ്ട് അടുത്തേക്ക് വന്ന് 3 വർഷം മുന്നേ ആവർത്തിച്ചത് തന്നെയാണോ നീ ഇപ്പോഴും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? അന്ന് നീ ഏതോ ഒരു കിളവന് വേണ്ടി സിയാനെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇപ്പൊ നീ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് ഞങ്ങളെ കൊളീഗ്സിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നോക്കുവാണോ? എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോ ഇവള് നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ ഇവൻ നീ എന്താ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത്? അന്ന് നീ ആ കിളവന്റെ കൂടെ അടുത്ത് ഇടപഴകുന്നത് ഞാനും സിയാനും കണ്ടതാണ്, അതുകൊണ്ടാണ് അവൻ അത് നിന്നെ ഉപേക്ഷിച്ചത് എന്ന് പറയുമ്പോഴാണ് സിയാൻ ഇവളുടെ കയ്യിൽ നിന്ന് ഫോഴ്സ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയതിന്റെ കാരണം ഇവൾക്ക് മനസ്സിലാവുന്നത്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണല്ലോ ഇവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത്. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇവളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവള് സിയാനെ കാണാനായിട്ട് പോകുന്നു. അപ്പൊ ഇവിടെ ഇവര് രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യാവോ അങ്ങോട്ടേക്ക് വന്ന് എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നീ ജോണിനെ വലിച്ചിടരുത് എന്ന് പറയുമ്പോൾ സിയാൻ നേരത്തെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിട്ട് പോയത്, ഇപ്പോ ഞാനും എന്റെ ഗേൾഫ്രണ്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എന്റെ ക്ഷമ ചോദിച്ചാണ് വന്നതെങ്കിൽ ഇത് തീരുന്നത് വരെ നീ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ശരി ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിൽക്കുന്നു. പക്ഷെ അത് റെയ്നയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഇവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് തട്ടി താഴെ നമ്മുടെ യാവോയുടെ കാലിലൂടെ ഇടുന്നു. എന്നിട്ട് അയ്യോ എന്റെ കൈ തട്ടി അറിയാതെ സംഭവിച്ചു പോയതാ, ഒന്നും വിചാരിക്കല്ലേ, പക്ഷേ ഈ ഫ്ലോറൊക്കെ വൃത്തികേടായല്ലോ, ഒരു സഹായം ചെയ്യോ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അപ്പോ സിയാനും യാവോടെ അടുത്ത് അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവളും ആ ഒരു കുപ്പിച്ചിലൊക്കെ പറക്കി മാറ്റുന്നു. പക്ഷെ അവളുടെ കൈയൊക്കെ ആ ഒരു സമയത്ത് മുറിയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടിട്ടും ഇവന്റെ മനസ്സൊന്നും മാറുന്നില്ല. അവന് നല്ല ദേഷ്യം വന്ന് നീ അഭിനയിച്ച് എന്നെ മയക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നു. അപ്പോ യാവോ അവനോട് ഞാൻ പറയാനുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ പിറകെ തന്നെ ചെല്ലുന്നു. പക്ഷെ അതൊന്നും തന്നെ ഇവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇവന്റെ പുറകെ ഓടി വന്ന് നീ ഇപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് ഒന്ന് നീ കേൾക്ക് എന്ന് പറയുമ്പോ ഇവൻ പെട്ടെന്ന് അവളെ പിടിച്ച് കിസ് ചെയ്യുന്നു. എന്നിട്ട് അവളോട് അവനുമായിട്ട് നിനക്ക് എന്ത് ബന്ധമുള്ളത്, നിനക്ക് എന്നെക്കാൾ വലുത് അവനാണല്ലേ, എന്നെ ഞാൻ ആരോടും അടുക്കാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് കാറിലേക്ക് കയറ്റുന്നു. അതിനുശേഷം അവളെ അവന്റെ റൂമിലേക്കാണ് കൊണ്ടുവരുന്നത്. അതിനുശേഷം അവളെ ഫോഴ്സ് ചെയ്ത് ഇവൻ അവളോട് ക്ലോസ് ആവാനായിട്ട് ശ്രമിക്കുന്നു. അവള് മാക്സിമം അവനെ തടഞ്ഞിട്ട് നിനക്കെന്താ ബോധമില്ലേ, വട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ നിനക്ക് ഇത്രയും നാളും മറ്റുള്ളവരോടൊപ്പം ചെലവിടാൻ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ഫോഴ്സ് ചെയ്ത് അവളോടൊപ്പം അന്ന് നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ സിയാൻ ആണെങ്കിൽ ഇവൾക്ക് കുറച്ച് പൈസ എറിഞ്ഞു കൊടുത്തിട്ട് ഇത് നിനക്കുള്ളതാ, ഇതിന്റെ പേരും പറഞ്ഞ് സെന്റിമെന്റ് അടിച്ചുകൊണ്ട് എന്റെ അടുത്തൊന്നും വന്നേക്കല്ല, എനിക്കതൊന്നും കാണാൻ വയ്യ എന്ന് പറയുമ്പോ ഇവള് നീ എന്തൊക്കെയായി കാണിക്കുന്നത്, ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നീ കേൾക്കാനുള്ള ക്ഷമയെങ്കിലും ഒന്ന് കാണിക്ക എന്ന് പറയുമ്പോ ഇവൻ ഓ നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ എന്ന് ചോദിച്ചിട്ട് ഇവന്റെ മറ്റൊരു കാർഡ് കൊടുത്ത് ഇവൾക്ക് കൊടുത്തിട്ട് ഇതിൽ നീ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവൾക്ക് അവൻ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ നല്ല ഫീൽ ആവുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ അച്ഛന്റെ കോൾ വരുന്നു. ഇവളെ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഇവളുടെ സ്വരം കേൾക്കുമ്പോ അച്ഛൻ എന്താ മോളെ എന്ത് പറ്റി, എന്താ നിന്റെ ശബ്ദം ഇടറുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് അച്ഛനെ അമ്മയൊക്കെ കാണാത്തതിന്റെ ഒരു വിഷമമാണെന്ന് പറയുന്നു. അപ്പൊ അച്ഛൻ എങ്കിൽ പിന്നെ നീ വിഷമിക്കേണ്ട മോളെ, ഞാനും നിന്റെ അമ്മയും ദേ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. എന്നിട്ട് ഇവള് 3 വർഷം മുന്നേ നടന്ന കാര്യങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു മെസ്സേജ് നമ്മുടെ സിയാന് അയക്കുന്നു. നീ അന്ന് എന്നോടൊപ്പം കണ്ടത് എന്റെ അച്ഛനെയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അതെങ്കിലും കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവള് അയക്കുന്നത്. ഇവന് ആ ഒരു മെസ്സേജ് കിട്ടുകയും ചെയ്യുന്നുണ്ട്, ഇവനത് കാണുകയും ചെയ്യുന്നു. ഇവനത് ഓപ്പൺ ചെയ്ത് നോക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇവന്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവൻ ആ ഫോൺ ഓഫ് ആക്കി വെക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മെസ്സേജ് കാണുന്നില്ല. അപ്പൊ ഈ ഫ്രണ്ട് വന്ന് ഇവനോട് എന്താടാ എല്ലാവരുടെ മുന്നിലും ചിരിച്ചു നിൽക്കുന്ന നിനക്കൊരു വിഷമം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയും എന്ന് പറയുമ്പോൾ സിയാൻ ഒരു ഡോക്യുമെന്റ് എടുത്ത് ഇവനെ കാണിക്കുന്നു. അതായത് ഇവന്റെയും യാവോയുടെയും ആ ഒരു ഡിവോഴ്സ് പേപ്പർ. അത് കാണിച്ചിട്ട് അന്ന് ഞാൻ അവളോട് പറഞ്ഞതുപോലെ തന്നെ അവൾ എനിക്ക് ഈ പേപ്പറിൽ സൈൻ ചെയ്ത്
തന്നു. പക്ഷേ ഞാൻ ഇന്നും ഇതില് സൈൻ ചെയ്തിട്ടില്ല. എന്നിട്ടും അവള് വേറൊരുത്തനോടൊപ്പമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോ ഫ്രണ്ട്, ഇതാണോ നിന്റെ പ്രശ്നം? നീ ഇതുവരെ അത് വിട്ടില്ലേ? ഇപ്പോഴും നീ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? പുതിയ വീട്, പുതിയ കാറ്, പുതിയ സ്ഥലം, നീ അത് മാത്രം വീട്ടിലല്ലോ. എത്ര പെണ്ണുങ്ങളാണ് നിന്റെ പിറകെ നടക്കുന്നത്? അതിൽ ആരെങ്കിലും നിനക്ക് സെറ്റാക്കി കൂടെ എന്ന് ചോദിക്കുമ്പോ സിയാൻ, ഞാൻ അവളെ വളരെയധികം വെറുക്കുന്നുണ്ട്. പക്ഷെ മറ്റാരെയും ആ ഒരു സ്ഥാനത്തോട്ട് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോ ആ ഫ്രണ്ട്, എടാ അതൊക്കെ നിന്റെ തോന്നല. നാളെ നമ്മുടെ കമ്പനിയുടെ VIPസിനെ അഭിനന്ദിക്കുന്ന ചടങ്ങല്ലേ. എന്തായാലും ചെയർമാന്റെ മകളും അവിടെ ഉണ്ടാവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. നീ ആ പെണ്ണിനെ വല്ലോ നോക്ക്, ചിലപ്പോ വിധി മാറി മറിഞ്ഞാലോ എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പൊ പറ്റിയെന്ന് ആ ഒരു ഫംഗ്ഷൻ ആണ് കാണുന്നത്. ആ ഒരു ചെയർമാന്റെ മകള് മറ്റാരുമല്ല, നമ്മുടെ യാവോ തന്നെയാണ്. അവളും അവളുടെ അച്ഛനോടൊപ്പം ആ ഒരു ഫംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അച്ഛനും അവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ മകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോ അവരെല്ലാവരും ഇദ്ദേഹത്തിനോട് മകളുടെ കല്യാണമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ, ഞാൻ നല്ലൊരു പയ്യനെ ഉടനെ തന്നെ കണ്ടെത്തണമെന്നാ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോ ഇവര്, എന്തിനാ ദൂരെ പോകുന്നത്? നിങ്ങൾക്ക് തന്നെ ഒരു നമ്പർ 1 ക്യാപ്റ്റൻ അല്ലേ മിസ്റ്റർ സിയാൻ, പുള്ളി ആലോചിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ അച്ഛനും, ഞാനും അതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ തന്നെ സിയാനും ഫ്രണ്ടും കൂടി അങ്ങോട്ട് എത്തുന്നു. അവര് ചെയർമാനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ കാണുമ്പോ തന്നെ 3 വർഷം മുന്നേ യാവോയുടെ കൂടെ ഉണ്ടായിരുന്ന ആ കിളവനാണ് ഇതെന്ന് മനസ്സിലാവുന്നു. യാവോയും ഇവര് അവിടെ കാണുന്നു. അപ്പോ അച്ഛനാണെങ്കിൽ സിയാനെ കണ്ട് യാവോയും വിളിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് പോവാൻ തുടങ്ങുമ്പോ അവള്, ഞാൻ വരുന്നില്ല, അച്ഛൻ പോവാനായിട്ട് പറയുന്നു. പക്ഷെ അച്ഛൻ, നീയും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവളെയും വലിച്ചെടുത്തുകൊണ്ട് അവരുടെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് അവരോട് ഇതെന്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നു. അപ്പോ അവരത് കേട്ട് മകളോ എന്ന് ചോദിച്ച് രണ്ടുപേരും ഷോക്ക് ആവുന്നു. അപ്പോ അദ്ദേഹം, അതെ, എന്താ നിങ്ങൾക്ക് നേരത്തെ അറിയാമോ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് യാവോ, അറിയാച്ച, ഞങ്ങള് ഒരുമിച്ചാണ് പഠിച്ചതെന്ന് പറയുന്നു. ഇവര് തമ്മിൽ വിവാഹം കഴിച്ചതും ഡിവോഴ്സ് ആയ കാര്യമൊന്നും അച്ഛൻ അറിയില്ല. അപ്പോ അച്ഛനും അത് കേട്ട്, അതെന്തായാലും നന്നായല്ലോ, എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിക്ക എന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് മാറുന്നു. അതായത് അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഇവൾക്കാണെങ്കിൽ ഇവനോട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ സിയാൻ അവളെ തടഞ്ഞിട്ട്, നീ എന്ത് കൊടുത്തിട്ടാ നിന്റെ സ്പോൺസറെ ഈ രീതിയിൽ അഭിനയിക്കാൻ പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് അവന്റെ ചോദ്യം കേട്ട് പുച്ഛമാണ് തോന്നുന്നത്. കാരണം സത്യമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോ പോലും അവൻ ഇവളെ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോ ഇവള് അവനോട്, നീ ഞാൻ അയച്ച മെസ്സേജ് കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവൻ, എന്ത് മെസ്സേജ് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ അത് കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവള്, അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ അതേ ഫംഗ്ഷനിലേക്ക് തന്നെ കറക്റ്റ് റെയിനെയും എത്തിയിട്ടുണ്ട്. അവൾ ഉടനെ തന്നെ നമ്മുടെ യാവോടെ അടുത്ത് വന്ന, നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ഇത് VIPസിന് വേണ്ടി നടക്കുന്ന ഫംഗ്ഷൻ അല്ലേ? നിന്നെ പോലെ ഒരു സാധാരണ എംപ്ലോയി ഇവിടെ എങ്ങനെയാ കയറി വരുന്നത് എന്ന് ചോദിക്കുമ്പോ യാവോ അവളോട് തിരിച്ച്, എങ്കിൽ പിന്നെ നീ എങ്ങനെയാ ഇവിടെ വന്നത്? നീയും ഒരു സാധാരണ എംപ്ലോയി തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോ അവള്, അത് ഞാൻ സിയാനോടൊപ്പം വന്നതാണ് എന്ന് പറയുന്നു. എന്നിട്ട് അവള് വീണ്ടും യാവോടെ അടുത്ത്, പക്ഷെ നീ ഇങ്ങോട്ട് വന്നേക്കുന്നത് ആരെങ്കിലും ചാക്കിലാക്കിയിട്ടായിരിക്കും അല്ലേ? സിയാൻ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇവള്, നിനക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നീ സംസാരിക്കേണ്ട കാര്യമില്ല, ഞാൻ ആരെയും വളച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോ തന്നെ സിയാനും അങ്ങോട്ട് എത്തുന്നു. അപ്പോ യാവോ അവനോട്, നിങ്ങള് ഇതുപോലെയുള്ള യൂസ്ലെസ് ലിങ്ക് കൊണ്ടാണോ ഞങ്ങളുടെ ഫാമിലി ഫംഗ്ഷനിലേക്ക് വന്നേക്കുന്നത് എന്ന് ചോദിക്കുമ്പോ റൈന, ഫാമിലി ഫംഗ്ഷനോ? ആരുടെ ഫാമിലി? നീ എന്താ പറഞ്ഞു വരുന്നത്? നീ ഞങ്ങളുടെ ചെയർമാന്റെ മോളാണ് എന്നാണോ? അങ്ങനെയൊന്നും ദൈവം ഇത് പറയല്ലേ എന്ന് പറയുമ്പോ തന്നെ യാവോ അവള് പറയുന്നത് ഒന്നും കേൾക്കാതെ നേരെ ഇവളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റേജിലേക്ക് ചെല്ലുന്നു. അത് കണ്ട് ഇവര് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആവുന്നു. അപ്പോഴാണ് ഇവന് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവരുടെ ചെയർമാന്റെ മകള് തന്നെയാണ് യാവോ എന്ന കാര്യം. അപ്പോ യാവോയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ട് അവളുടെ അച്ഛൻ എല്ലാവരുടെ മുന്നിൽ വെച്ചും അവരുടെ ആ ഒരു എയർലൈന്റെ മൊത്ത ചുമതലയും ഇനി മുതൽ യാവോയെ ഏൽപ്പിക്കാണ് എന്ന കാര്യം അനൗൺസ് ചെയ്യുന്നു. അപ്പോ എല്ലാവരും ഇവളോട് കൺഗ്രാറ്റ്സ് പറയുന്നു. അതേപോലെ തന്നെ ജോണും ഇവളോട് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് അവനോടൊപ്പം ഡാൻസ് ചെയ്യാനായിട്ട് വിളിക്കുന്നു. ഇവളും അവനോടൊപ്പം ഡാൻസ് കളിക്കാൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും സിയാൻ അവളെ തടഞ്ഞിട്ട് ജോണിനോട്, ഇവൾക്ക് ഇതിനോട് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ വലിച്ചെടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഇവളോട്, അന്ന് നീ എന്നെ ഉപേക്ഷിച്ചു പോയത് അപ്പോ ഇയാൾക്ക് വേണ്ടിയിട്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചിട്ട് ഇവളോട് കുറച്ച് റൊമാൻറ്റിക് ആവാനായിട്ട് തുടങ്ങുന്നു. അവൻ അന്ന് ഇവളെ തെറ്റിദ്ധരിച്ചതാണ്. പക്ഷെ ഇവനൊരു സോറി പോലും ഇവളോട് ചോദിക്കുന്നില്ല. മറ്റൊരു രീതിയിൽ ഇവളെ സ്വന്തമാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോ ഇവള് അവനെ തല്ലിയിട്ട്, നീ ഒരിക്കലും എന്റെ ഫീലിങ്സ് കണ്ടിട്ടില്ല, ഞാൻ നിന്റെ കളിപ്പാട്ടൊന്നുമല്ല, വേണോ തോന്നുമ്പോ എടുക്കാനും വേണ്ടാന്ന് തോന്നുമ്പോ വലിച്ചെറിയാനും എന്ന് പറയുമ്പോ സിയാൻ, അപ്പൊ നിനക്ക് എന്നെക്കാളും വലുത് നിന്റെ കമ്പനിയും അധികാരങ്ങളൊക്കെ ആണല്ലേ, പക്ഷെ ഞാനില്ലെങ്കിൽ നിന്റെ കമ്പനി ഇല്ല എന്ന കാര്യം നീ മറക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു.
ഇവൾക്ക് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് കാണുമ്പോൾ നല്ല സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ഇവള് ഇവിടെ വിഷമിച്ചിരിക്കാണ്. പക്ഷെ ജോൺ വന്നിട്ടാണ് അവളെ കുറച്ചൊക്കെ ആശ്വസിപ്പിക്കുന്നത്. എന്നിട്ട് അവളോട് നിനക്കെല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം വന്നേക്കാണ്, നീ പാസ്റ്റിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാതെ മൂവ് ഓൺ ചെയ്യ് എന്ന് പറയുമ്പോൾ ഇവളും ഞാൻ അതിന് തന്നെയാണ് ഇനി ശ്രമിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. അപ്പോ ജോൺ ഇവളോട് അപ്പോ നിന്റെ പുതിയ തുടക്കത്തിലോട്ട് എന്നെ കൂടി നീ കൂടെ കൂട്ടോ എന്ന് ചോദിച്ച് ഇവളെ ഒരു ചെറിയ രീതിയിൽ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ അവള് അവനോട് മറുപടി പറയുന്നതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഇവളാണല്ലോ ഇപ്പോ അവരുടെ കമ്പനി അധികാരി. അതുകൊണ്ട് തന്നെ അച്ഛനൊരു ചെറിയ ടാസ്ക് ഇവളെ ഏൽപ്പിക്കുന്നു. അതായത് സിയാന് ഇവരുടെ കമ്പനിയായിട്ടുള്ള ആ ഒരു എഗ്രിമെന്റ് എക്സ്പയർ ആയിരിക്കാണ്. ഒരുപാട് എയർലൈൻസ് അവനെ തട്ടിക്കൊണ്ടു പോവാനായിട്ട് കാത്തിരിക്കാണ്. അതിന് നമ്മളായിട്ട് ഇട കൊടുക്കരുത്, ഇനിയും അവൻ നമ്മളോടൊപ്പം തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞിട്ട് അത് പുതുക്കാനുള്ള എഗ്രിമെന്റ് അവനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങാനായിട്ട് പറയുന്നു. അങ്ങനെ അവളും ഇപ്പോ അവനെ കാണാനായിട്ട് അവന്റെ ഓഫീസിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോ അവൻ വിചാരിക്കുന്നത് ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് അവള് വന്നേക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവള് ഞാൻ നിന്നെ തേടിയൊന്നുമല്ല ഇങ്ങോട്ട് വന്നത്, ഒരു കോൺട്രാക്റ്റില് സൈൻ ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ ഇവൻ ഓ ഇതിനായിരുന്നു, ശരി ഞാൻ സൈൻ ചെയ്ത് തന്നേക്കാം, പക്ഷേ ഞാനിപ്പോ കുറച്ച് ബിസിയാണ്, പോയിട്ട് പിന്നെ വാ എന്ന് പറയുമ്പോൾ ഇവൾ അവിടെ നിന്ന് പോകുന്നില്ല. ഇവള് അവിടെ തന്നെ അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവന് ബിസിയൊന്നും ആയിട്ടല്ല അങ്ങനെ പറയുന്നത്, അവൾക്കിട്ട് പണിയെടുക്കാനാണ്. പക്ഷെ അവള് അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്ന് ഉറങ്ങി വീഴാണ്. അപ്പൊ ഇവൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളുടെ മുടിയിലേക്ക് തലയിടുന്ന സമയത്ത് അവള് പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. അപ്പൊ ഇവന്റെ കൈ തട്ടി മാറ്റിയിട്ട് നിന്റെ വർക്ക് കഴിഞ്ഞു, എങ്കിൽ പിന്നെ ഇതിൽ സൈൻ ചെയ് എന്ന് പറയുമ്പോൾ അവൻ എനിക്കിപ്പോ ലഞ്ച് ടൈം ആണ്, നീയും ഫുഡ് കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോൾ ഇവള് നീ ഒരു ക്യാപ്റ്റൻ അല്ലേ, ഇത്രയും ഇറസ്പോൺസിബിൾ ആവാൻ പാടില്ല, നമ്മുടെ രണ്ടുപേരുടെയും ടൈമാണ് നീ ഇല്ലാതാക്കുന്നത് എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവളെയും വിളിച്ചുകൊണ്ട് അവൻ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. അപ്പോ ആ ഒരു സമയത്ത് ഇവന്റെ ഫുഡൊക്കെ കട്ട് ചെയ്തിട്ട് അത് കഴിക്കാനായിട്ട് അവൾക്ക് കൊടുക്കുന്നു, അവൾക്ക് ഈസി ആക്കി കൊടുക്കുന്നു. അപ്പോ ഇവൾക്ക് അത് കാണുന്ന സമയത്ത് ഇവൻ നേരത്തെ റേനയുടെ വായിൽ ഫുഡ് വെച്ച് കൊടുത്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അതുകൊണ്ട് തന്നെ ഇവനോട് ഈ കരുതലൊക്കെ എല്ലാവരോടും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇല്ല നിന്നോട് മാത്രമേ ഉള്ളെന്ന് പറയുന്നു. അപ്പോ യാവോ പക്ഷേ നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെയാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവന് കാര്യം മനസ്സിലാവുന്നു ഇവളെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവളോട് ഓ നിനക്കെന്താ അസൂയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് അതിനൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ഇവൻ അവളെ തടഞ്ഞിട്ട് നമുക്കെല്ലാം ഒന്നുകൂടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ യാവോ അതിനൊന്നും ഇനി ഒരു ചാൻസും ഇല്ല, കാരണം എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നു. അത് കേട്ട് ഇവൻ ഫുള്ള് തകർന്നു പോവുകയാണ്. അതിനുശേഷം സിയാൻ ഇവന്റെ ഫ്രണ്ടിനോട് വന്ന് യാവോ അവൾക്ക് ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം പറഞ്ഞ കാര്യം ഇവനോട് പറയുന്നു. സിയാന് മനസ്സിലാവുന്നുണ്ട് അവളുടെ ബോയ് ഫ്രണ്ട് ജോൺ ആയിരിക്കുമെന്ന്. ഞാൻ തന്നെ അവൾ ആദ്യം മുതൽ തെറ്റിദ്ധരിച്ചത്, പക്ഷെ അവള് എന്ത് കണ്ടിട്ടാ ജോണിന്റെ പിറകെ പോകുന്നത്, അവനെക്കാളും എത്രയോ ബെറ്റർ ആണ് ഞാൻ എന്ന് പറയുമ്പോ ആ ഫ്രണ്ട് അതെ അതെ അവൾക്ക് എന്തോ അബദ്ധം പറ്റിയത്, നമുക്ക് എന്തെങ്കിലും ട്രിക്ക് വല്ലതും പ്രയോഗിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, ചിലപ്പോ അത് കൂടുതൽ അവൾക്ക് എന്നോട് വെറുപ്പ് തോന്നാനായിട്ട് ഇടവരുത്തും, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറയുന്നു. അപ്പൊ ആ ഫ്രണ്ടും നിനക്ക് അവളെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ നീ അവളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവാനായിട്ട് പറയുന്നു. അങ്ങനെ അവനും അതിനോട് ഒരു എസ് ഒക്കെ പറഞ്ഞു നിൽക്കുന്ന സമയം തന്നെ ഇവന്റെ അടുത്തേക്ക് റെയ്ന വരുന്നു. നമ്മൾ എത്ര ദിവസമായി കണ്ടിട്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചോണ്ട്. അപ്പോ സിയാൻ അവളോട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മുടെ ഈ റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്, ഇനിയും നീ എന്റെ പിറകെ നടന്ന് ശല്യം ചെയ്യാനാണ് പ്ലാനെങ്കിൽ നീ എന്റെ തനി സ്വഭാവം അറിയും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവളെ വിചാരിക്കുന്നത് ഇവളുടെ അടുത്ത് നിന്ന് സിയാനെ അകറ്റിയത് യാവോ ആണ് എന്ന്. അതുകൊണ്ട് തന്നെ അവൾക്കിട്ട് പണിയാൻ ഇവള് തീരുമാനിക്കുന്നു. അങ്ങനെ അതിനുശേഷം റെയ്ന ഇപ്പോ യാവോയെ കാണാനായിട്ട് വിളിച്ചു വരുത്തിയേക്കാണ്. അപ്പോ യാവോ ഇവളോട് നീ എന്തിനാ എന്നെ കാണാനായിട്ട് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുമ്പോ റെയ്ന ദയവേത് ഞാനും സിയാനുമായിട്ടുള്ള റിലേഷൻഷിപ്പില് അവനെ നിങ്ങൾ ശല്യം ചെയ്യരുത് എന്ന് പറയുന്നു. അപ്പോ യാവോ അവളോട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പില് ഞാൻ ഒരിക്കലും ഇടയ്ക്ക് വരാൻ പോകുന്നില്ല, എനിക്കതിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല, നീ അതിനെ കുറിച്ച് സംസാരിക്കാനാണ് എന്നെ വിളിപ്പിച്ചതെങ്കിൽ അതിന്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ ഈ റെയ്ന പെട്ടെന്ന് ഇവളെ തടയുന്ന പോലെ വന്നിട്ട് അവള് സ്വയം യാവോ പിടിച്ച് തള്ളുന്ന പോലെ താഴെ വീഴുന്നു മരപ്പൂർവ്വം. പക്ഷെ യാവോ അവളെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നിട്ട് അവൾക്ക് വേദന ഉള്ളതുപോലെയൊക്കെ അഭിനയിച്ച് പാസ്റ്റില് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കണം, പക്ഷെ ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട് ആണ്, ദയവേത് അദ്ദേഹത്തെ നിങ്ങൾ ശല്യം ചെയ്യരുത് എന്നൊക്കെ പറയുന്നു. അപ്പോ യാവോ ഞാനും അവനും തമ്മിൽ യാതൊരുവിധ റിലേഷൻഷിപ്പും ഇപ്പൊ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അവള് പോയി കഴിയുമ്പോ ഇവള് ആരെയോ ഫോൺ ചെയ്തിട്ട് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അതായത് യാവോ ഇവളെ പിടിച്ച് തള്ളിയത് പോലെയാണല്ലോ ഇവള് താഴെ വീണത്, അത് ഇവള് ആരെയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളോട് ആ ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എഡിറ്റ് ചെയ്ത് നമ്മുടെ കമ്പനി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനായിട്ട്
പറയുന്നു. പുതിയ പ്രസിഡന്റിനെ താഴെ ഇറക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊരു ലക്ഷ്യത്തോടു കൂടി. അതിനുശേഷം ഇവള് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ തന്നെ ഇവളുടെ ഫ്രണ്ട് ഇവളെ കോൾ ചെയ്തിട്ട്, എടി നീ ആ ഗ്രൂപ്പ് എടുത്ത് നോക്കിയോ? നീ നിന്റെ എംപ്ലോയിയെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് മീഡിയാസിന്റെ കയ്യിലൊക്കെ അത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. എല്ലായിടവും അത് വൈറലാണ്. റെയ്നയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള സിയാനെ തട്ടിയെടുക്കാൻ വേണ്ടി നീ ഭീഷണിപ്പെടുത്തി എന്ന രീതിയിലേക്കാണ് ന്യൂസ് വരുന്നത്. ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോ യാവോയും അതൊക്കെ വെറുതെയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പക്ഷെ അവൾ ആ വീഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്ത് നോക്കുന്നില്ല. അവൾക്കറിയാലോ അത് എങ്ങനെ വന്നതായിരിക്കുമെന്ന്, അതുകൊണ്ട് തന്നെ എടുത്തു നോക്കുന്നില്ല. പക്ഷെ അവളുടെ കാർ എടുക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും കുറച്ച് ആളുകൾ ഇവളുടെ അടുത്തേക്ക് വരുന്നു. അതും റെയ്ന തന്നെ ഏർപ്പാടാക്കിയവരാണ്. ഒരു കമ്പനി അധികാരി അവിടുത്തെ എംപ്ലോയീസിനോടൊക്കെ ഇങ്ങനെ പെരുമാറിയാല് മറ്റുള്ളവര് അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇപ്പൊ ഒരു ഫുള്ള് നെഗറ്റീവ് ഇമേജ് വന്നേക്കാണ്. സോ അവരെല്ലാവരും തന്നെ ഇവളെ ആക്രമിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നു. അവള് പോലീസിനെ വിളിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷെ അവരതിനെ സമ്മതിക്കുന്നില്ല. ഇവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ കറക്റ്റ് സമയം തന്നെ സിയാൻ അങ്ങോട്ടേക്ക് എത്തുന്നത് കൊണ്ട് അവരെല്ലാരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നിട്ട് ഇവളോട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ കയ്യിലുള്ള ആ ഒരു മുറിഞ്ഞ പാട് കാണുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ അവളെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ചെറിയൊരു സ്ക്രാച്ച് ആണ്, റെസ്റ്റ് ചെയ്താലും മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോഴേക്കും ജോണും നിനക്ക് എന്ത് പറ്റി, നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് യാവോടെ അടുത്തേക്ക് വരുന്നു. പക്ഷെ അത് ഒട്ടും തന്നെ സിയാന് പിടിക്കുന്നില്ല. എന്നിട്ട് ജോൺ സിയാനോട് ഇവളെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് താങ്ക്സ് പറഞ്ഞിട്ട് മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോളാനായിട്ട് പറയുന്നു. അപ്പോ സിയാൻ അവനോട് ഇത് ഞാനും ഇവളും തമ്മിലുള്ള പ്രശ്നമാണ്, അതില് നീ ഇടപെടേണ്ട കാര്യമില്ല, എനിക്കറിയാം ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്ന് പറയുമ്പോ യാവോ തന്നെ ഇവനോട് അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അപ്പോ സിയാൻ അവളോട് ഞാനാണ് നിന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത്, കറക്റ്റ് സമയത്ത് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് എന്താ സംഭവിക്കാന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങളെ എന്നെ രക്ഷിച്ച് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് താങ്ക്സ്. പക്ഷെ നിങ്ങൾ ഇവിടെ കൂടുതൽ സമയം നിൽക്കുന്നത് നിങ്ങളുടെ മിസ്ട്രസിന് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കും, അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഇവിടെ നിന്ന് പോവാനായിട്ട് പറയുന്നു. അപ്പോ സിയാൻ അവളോട് ഞാനും റെയ്നി തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും യാവോ അവനോട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറയുമ്പോൾ ജോൺ തന്നെ സിയാനെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നു. അതിനുശേഷം ജോൺ അകത്ത് പോയിട്ട് യാവോയെ കെയർ ചെയ്യുന്നത് ഒന്നും തന്നെ ഇവന് ഒട്ടും സഹിക്കാനാവുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് സിയാൻ അവന്റെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് റെയ്ന കൊഞ്ചുകൊണ്ട് ഇവന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരികയാണ്. അപ്പൊ സിയാൻ ആണെങ്കിൽ ഒന്നാമത് നല്ല ദേഷ്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളെ പിടിച്ചിട്ട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് നമ്മുടെ കമ്പനി ഗ്രൂപ്പിൽ ഇടും എന്ന് ചോദിക്കുമ്പോ അവള് നീ എന്നോട് ക്ഷമിക്കുക, എനിക്കൊരു അബദ്ധം പറ്റുപോയതാണ് എന്ന് പറയുമ്പോ ഇവൻ മര്യാദയ്ക്ക് നീ മാനേജ്മെന്റിന്റെ അടുത്ത് പോയിട്ട് നടന്ന കാര്യങ്ങളെ ഏറ്റു പറഞ്ഞ് കുറ്റം സമ്മതിച്ചോ, ഇല്ലെങ്കിൽ എന്താ വരുന്നതെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോ ഇവള് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണം, എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ സിയാൻ അവളോട് നമ്മുടെ ഈ ഒരു റിലേഷൻ ഇനി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയുമ്പോ റെയ്ന നീ എന്താ വിചാരിച്ചത്, എന്നെ ഭീഷണിപ്പെടുത്തി എല്ലാ കാര്യങ്ങളും നിനക്ക് നേടിയെടുക്കാന്നാണോ? ഞാൻ എന്തായാലും ഇതും കൂടി മുകളിൽ റിപ്പോർട്ട് ചെയ്യും, നീ എന്റെ ഫീലിംഗ്സ് വെച്ചാണ് നീ എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാനിത് റിപ്പോർട്ട് ചെയ്താൽ നിനക്ക് പിന്നെ ഒരിക്കലും നിന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അറിയാലോ എന്ന് ചോദിക്കുമ്പോ സിയാൻ അവളോട് നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ? നീയും ഞാനും തമ്മിലുള്ളത് വേറെ ഒരു കോൺട്രാക്ട് ബേസ്ഡ് റിലേഷൻഷിപ്പ് മാത്രമാണ്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ മുകളിൽ സമർപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നീ എന്ത് പറഞ്ഞാലും അവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, പിന്നെ ഇനി മുതൽ എന്റെ ക്രൂവില് നീ ഉണ്ടായിരിക്കില്ല, ഇനി എന്തായാലും നിനക്ക് ഈ കമ്പനിയിലും ജോലി ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാനായിട്ട് പറയുന്നു. അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി കൊണ്ടുകിടന്ന ഒരു വെറും ഫേക്ക് റിലേഷൻഷിപ്പ് ആയിരുന്നു. അവർ തമ്മിൽ യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, സിയാന് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ റെയ്നയ്ക്ക് അവനെ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. അതിനുശേഷം സിയാൻ അവന്റെ ഫ്രണ്ടിനെ വിളിപ്പിച്ച് ഇവളെ അവിടെ നിന്ന് പുറത്താക്കുന്നു. ഇപ്പൊ അവളുടെ ജോലി ഉൾപ്പെടെ പോയിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ജോൺ ഇപ്പോ യാവോയെ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാണ്. അപ്പോ ഇവള് അതിന് അവനോട് താങ്ക്സ് ഒക്കെ പറയുന്ന സമയത്ത് ഇവൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ആലോചിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇവള് അതായത് അന്ന് ഇവൻ അവളെ പ്രപ്പോസ് ചെയ്തായിരുന്നല്ലോ ആ ഒരു കാര്യം. അപ്പൊ ഇവള് ഞാനിപ്പോ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല, എനിക്കിപ്പോ എന്റെ എയർലൈൻ മാത്രമാണ് മൈൻഡിലുള്ളത് എന്ന് പറയുമ്പോ ജോണും ശരി ആയിക്കോട്ടെ, നിനക്ക് എത്ര സമയം വേണമെങ്കിലും എടുത്തോ, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുമ്പോ യാവോ അവനോട് എനിക്ക് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ ഒരു താല്പര്യമില്ല, എന്തായാലും എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോ തന്നെ താരോ വരുന്നു. തുറന്നു നോക്കുമ്പോ അത് മറ്റാരുമല്ല സിയാൻ തന്നെയാണ്. അപ്പോ ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ കാണുമ്പോ ഇവന് ഒട്ടും തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സിയാൻ ഇവളോട് വന്ന് ഇവൻ എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോ യാവോ അവനോട് ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്, എനിക്ക് നിന്നോടൊപ്പം ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോ സിയാൻ അവളോട് എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടോ, വാ നമുക്ക് പുറത്തേക്ക് പോവാം എന്ന് പറയുമ്പോ അവള് ഇവിടെ നിന്ന്
പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ മതി, എനിക്ക് പുറത്തോട്ടൊന്നും വരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോ സിയാൻ അവളെ വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ജോൺ അത് തടയുന്നു. എന്റെ ഗേൾ ഫ്രണ്ടിനോട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോ അത് കേട്ട് സിയാന ദേഷ്യം വന്ന് അവർ തമ്മിൽ ചെറിയൊരു കശവിഷ ഉണ്ടാവാനായിട്ട് പോവാണ്. അപ്പോ യാവോ അതിനിടയ്ക്ക് കയറുന്ന സമയത്ത് നീ ഇവനിക്കാണോ സപ്പോർട്ട് നിൽക്കുന്നതെന്ന് സിയാൻ ചോദിക്കുന്നു. അപ്പൊ അവളും അതേന്ന് പറയുമ്പോൾ ഇവന് വല്ലാത്ത ദേഷ്യം വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോ ഇവൾക്ക് ഓഫീസിൽ നിന്ന് ഒരു കോള് വരികയാണ്. അതായത് സിയാൻ ഇവരുടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്. അത് ഒട്ടും തന്നെ ഇവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അത് അറിഞ്ഞാൽ അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകുന്നത്. അവരുടെ കമ്പനി ഏറ്റവും ലോസിലോട്ട് പോവാനും പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവൾ ആ ഒരു കാര്യം അറിഞ്ഞിട്ട് സിയാനെ കോൾ ചെയ്യുന്നു. നീ എന്താ തമാശ കളിക്കാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോ അവൻ അവളോട് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് എന്റെ കാല് പിടിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവളും ഇപ്പോ സിയാനെ കാണാനായിട്ട് അവന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവനോട് നീ എന്തിനാണ് ഇവിടെ നിന്ന് രാജിവെച്ച് പോകാൻ പോകുന്നത്? നിനക്കെന്തെങ്കിലും പ്രൊമോഷൻ വേണോ അതോ സാലറി കൂട്ടി തരണോ? എന്തിനും ഞാൻ റെഡിയാണ് എന്ന് പറയുന്നു. പക്ഷെ സിയാൻ ആണെങ്കിൽ പെട്ടെന്ന് ഇവളെ പിടിച്ച് ചേർത്ത് നിർത്തുന്നു. എന്നിട്ട് അവളോട് എനിക്ക് വേറെ ഒന്നും വേണ്ട, നിന്നെ മതി. ആദ്യം മുതലേ എന്റെ ഭാഗത്ത് മാത്രമായിരുന്നു തെറ്റുകൾ സംഭവിച്ചത്. പക്ഷേ നിനക്ക് ഒരു ചാൻസ് എനിക്ക് തന്നൂടെ? നീ എന്നോട് ക്ഷമിക്കില്ല, ഞാൻ തന്നെയാ തെറ്റുകാരൻ. പക്ഷെ നിനക്ക് ഇത്തവണത്തേക്ക് ഒന്ന് എന്നോട് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ ഇവള് ചില മുറിവുകൾ സംഭവിച്ചാല് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് വല്ല മരുന്നോ കഴിച്ചാല് അത് മാറുമായിരിക്കാം. പക്ഷെ ചില കാര്യങ്ങളില് അത് ഈസി ആയിട്ട് റിപ്പയർ ആവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ ഇവൻ അപ്പോ നമ്മുടെ റിലേഷനിൽ ഇനി ഒരു ഹോപ്പും ഇല്ലേ, ഒരു ചാൻസും ഇല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ നീ അന്ന് നൈറ്റിന് വേണ്ടി എന്നെ ഫോഴ്സ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ സിയാനാണെങ്കിൽ അവര് ഡിവോഴ്സ് ആയിട്ടില്ല, ഇപ്പോഴും കപ്പിളാണ് എന്ന് തെളിയിക്കുന്ന ഇവൻ ആ ഒരു സൈൻ ചെയ്യാത്ത ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് അവള് കാത്തിരുന്നത്. പക്ഷെ അതൊന്നും പറയാനോ കേൾക്കാനോ അവള് നിൽക്കാണ്ടാണ് പോയത്. അതിനുശേഷം ഇവള് അവളുടെ വണ്ടി എടുക്കാൻ വരുന്ന സമയത്ത് അവിടെ തന്നെ മറ്റൊരു വണ്ടിയിൽ ഇരിക്കാണ് റെയ്ന. ഇവൾക്ക് നമ്മുടെ യാവോടെ അടുത്ത് നല്ല ദേഷ്യം ഉണ്ടല്ലോ. സിയാൻ ഇവളെ വേണ്ടാന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഇവളെ ജോലിന്ന് പുറത്താക്കി. ഇപ്പൊ ഫുൾ ഇവൾക്ക് കണ്ടകശനിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവള് മനഃപൂർവ്വം നമ്മുടെ യാവോയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. ഇവള് മരിച്ചാല് സിയാനെ സ്വന്തമാക്കാം എന്നൊരു ലക്ഷ്യത്തോടു കൂടി. അതിനായിട്ട് ഇവള് വളരെ സ്പീഡില് ആ ഒരു വണ്ടി ഓടിച്ചു നമ്മുടെ യാവോയെ ഇടിക്കാനായിട്ട് ചെല്ലുന്നു. പക്ഷെ കറക്റ്റ് സമയം തന്നെ സിയാൻ അത് കണ്ടുകൊണ്ട് വരികയും ഇവളെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നു. പക്ഷെ അവനെ വണ്ടി ഇടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ബോധം പോയി ഇപ്പോ വീണിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ തലയിൽ നിന്ന് ബ്ലീഡിങ് ആവാനായിട്ടും തുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ അവൻ ഹോസ്പിറ്റലിലാണ്. അവന് വലിയൊരു സർജറി തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഡോക്ടർ ഇവളോട് വന്നിട്ട് അവൻ ഇനി എഴുന്നേൽക്കുന്നതും എഴുന്നേൽക്കാത്തതും ഒക്കെ ഭാഗ്യം പോലെ ഇരിക്കും. എഴുന്നേറ്റാലും മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പൊ ഇവൾക്ക് അത് കേൾക്കുന്ന സമയത്ത് ഇവള് ഫുള്ള് തകർന്നു പോവുകയാണ്. ഇവള് ഒരു അകൽച്ചയൊക്കെ അവനോട് കാണിച്ചിരുന്നെങ്കിലും ഇവളുടെ മനസ്സ് ഫുള്ള് അവനോടുള്ള ഇഷ്ടം തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പോ കുറച്ച് ദിവസങ്ങൾ തന്നെ കടന്നു പോയിരിക്കുകയാണ്. ഇപ്പൊ ഇവനെ റൂമിലോട്ട് മാറ്റിയിരിക്കുന്നു. യാവോ തന്നെയാണ് അവന്റെ കൂടെ നിന്ന് അവനെ നോക്കുന്നത്. പക്ഷെ അവൻ ഇതുവരെയും ഉണരാത്തത് കൊണ്ട് തന്നെ ഇവള് ഭയങ്കര വിഷമത്തിലാണ്. അപ്പൊ തന്നെ അങ്ങോട്ട് ജോണും ഇവൾക്ക് ഹെൽപ്പിനൊക്കെ ആയിട്ട് എത്തുന്നു. അപ്പോ യാവോ ജോണിനോട് ആ ഒരു ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചതാണെന്ന് കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോ ജോണും അതെ കണ്ടെത്തി, അതിന് പിന്നിലെ പ്രവർത്തിച്ചത് മറ്റാരുമല്ല റെയ്ന തന്നെയാണ് എന്ന് പറയുന്നു. അവള് നിന്നെ കൊന്നിട്ട് സിയാനെ തട്ടിയെടുക്കാനുള്ള പ്ലാനിലാണ് അത് ചെയ്തത്. എന്തായാലും അവളുടെ കാര്യങ്ങളൊക്കെ പോലീസ് നോക്കിക്കോളും എന്ന് പറയുന്നു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ഡോക്ടർ വന്ന് നമ്മുടെ സിയാനെ ചെക്ക് ചെയ്തിട്ട് ഇവന്റെ അപകട നിലയൊക്കെ തരണം ചെയ്തു കഴിഞ്ഞു, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവൻ കണ്ണു തുറക്കുകയും ചെയ്യുന്നു. അപ്പോ അവൻ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ ഇവളെ പെട്ടെന്ന് നീ എഴുന്നേറ്റല്ലേ, ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോ ഇവൻ അവളെ തടഞ്ഞ് നീ എന്റെ വൈഫ് അല്ലേ, നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് നീ എന്തൊക്കെയാ പറയുന്നത്, നിനക്കെന്താ വട്ട് പിടിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇവൻ നമ്മള് മാരീഡ് ആയവരല്ലേ, നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. അതായത് ഇവനിക്ക് ഇവര് ഡിവോഴ്സ് ആയ കാര്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മയില്ല. അപ്പൊ ഡോക്ടറും തലയ്ക്ക് ക്ഷതമേറ്റത് കൊണ്ട് തന്നെ മെമ്മറിയിൽ ചില വേരിയേഷൻസ് വന്നേക്കാം. ചിലപ്പോ ഇത് റെഡിയാവാനായിട്ട് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുത്തേക്കാം എന്ന് പറയുന്നു. അപ്പോ ഇവള് നിനക്ക് ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലേ, നമ്മള് ഡിവോഴ്സ് ആയവരാണ് എന്ന് പറയുമ്പോ ഇവനെ പെട്ടെന്ന് തലയൊക്കെ ഫുള്ള് വേദനിക്കാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ അവനെ പിടിച്ചു കിടത്തിയിട്ട് നീ റെസ്റ്റ് എടുക്ക എന്ന് പറഞ്ഞിട്ട് അവിടെ കിടത്തുന്നു. അപ്പോ അവരുടെ ആ ഒരു മൊമെന്റ്സിൽ ഇവന് ഒരു ശല്യം ആവണ്ട എന്ന് കരുതി ജോൺ അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നു. അപ്പൊ ജോൺ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ റെയ്ന ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. എന്നിട്ട് ജോണിനോട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരാളോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോ അവന് മനസ്സിലാവുന്നുണ്ട് ഇത് റെയ്നയാണ് എന്ന്. ഇവളെ പോലീസിലെ പിടി കൊടുക്കാതെ ഒളിച്ചു
നടക്കാണ്. അപ്പോ ജോൺ അവളോട് നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ റെയ്ന ഇവനോട് എനിക്ക് സിയാനെ വേണം, നമുക്ക് ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്യാം, ഞാൻ എന്തായാലും നിന്റെ യാവോയെയും അവളുടെ എയർലൈനും ഒക്കെ നിനക്ക് തന്നെ തന്നേക്കാം എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോ ജോണും അതേപോലെ തന്നെ യാവോയും നമ്മുടെ സിയാനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന്. അവൻ എപ്പോഴും ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അവന് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. ഇവളെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി അടവെടുക്കുന്നതാണ്. ഇവള് അവനെ അവിടെ കൊണ്ടാക്കിയിട്ട് പോവാനാണ് നോക്കുന്നത്. പക്ഷെ അവൻ അവളെ വിടുന്നില്ല. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. അവസാനം അവളും വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ ജോണിനെ പറഞ്ഞയച്ച് അവനോടൊപ്പം തന്നെ അവിടെ സ്റ്റേ ചെയ്യുന്നു. അതിനുശേഷം അവള് അവളുടെ റൂമിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോ ഇവൻ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് കൊച്ചു കുട്ടികളെ പോലെ ഉരുളാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ ഇവൾ അവനോട് നിനക്ക് ഒരസുഖമില്ല, മര്യാദയ്ക്ക് നേരെ ഇരുന്നോ, ഇല്ലെങ്കിൽ ഞാൻ പോവും എന്ന് പറയുമ്പോ ഇവൻ നേരെ ഇരിക്കുന്നു. എന്നിട്ട് ഇവളോട് എനിക്ക് എന്റെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നതിന് മുന്നേ ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയുന്നു. അപ്പൊ ഇവള് നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് അവൻ ഇവളെ വിടാതെ ഹഗ് ചെയ്യുന്നു. എന്നിട്ട് അവളോട് നീ എന്നോട് ക്ഷമിക്ക്, നിനക്ക് എത്ര ദേഷ്യമുണ്ടോ അത്രത്തോളം നീ എന്നെ അടിച്ചോ, പക്ഷെ നീ എന്നോട് ക്ഷമിക്കാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഒരുവിധം സമാധാനിപ്പിച്ച് അവളുടെ ദേഷ്യമെല്ലാം മാറ്റി അവൻ ഓക്കെ ആക്കി എടുക്കുന്നു. അവൾക്കും ഇവനോട് ഇഷ്ടം തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ അവനോട് ക്ഷമിക്കുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ കാണുന്നത് ജോണും അതേപോലെ തന്നെ റെയ്നയും തമ്മിൽ മീറ്റ് ചെയ്തേക്കാണ്. എന്നിട്ട് എന്നെ കൊണ്ട് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ജോൺ റെയ്നെ എടുത്ത് ചോദിക്കുന്നു. അപ്പോ റെയ്ന ഇവനെ ഒരു മരുന്ന് ഏൽപ്പിച്ചിട്ട് ഇത് സിയാനെ കൊണ്ട് കഴിപ്പിക്കണമെന്ന് പറയുന്നു. അപ്പോ ജോൺ ഇവളോട് ഇതെന്താ വിഷമാണോ, വിഷം കൊടുത്ത് അവനെ കൊല്ലാൻ നോക്കുവാണോ എന്ന് ചോദിക്കുമ്പോ ഇവള് വിഷമൊന്നും അല്ല, ഇത് അവന്റെ മെമ്മറി നഷ്ടപ്പെട്ടു എന്ന് നീ അല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഈ ഒരു മരുന്ന് കഴിച്ചാൽ അവന്റെ മുഴുവൻ മെമ്മറിയും പൊക്കോളും. അപ്പൊ അവന്റെ ഓർമ്മയെന്ന് എന്തായാലും യാവോ മാഞ്ഞു പോകും. പിന്നീട് ഞാൻ എന്ത് പറഞ്ഞാലും അതായിരിക്കും അവന്റെ ഓർമ്മകള്. അതിനായിട്ട് നീ ഇത് അവനെ കൊണ്ട് കഴിപ്പിക്കണമെന്ന് പറഞ്ഞേൽപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇവരുടെ ആ ഒരു വീട്ടിലേക്ക് ജോൺ ഇവർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് വരികയാണ്. അതിനുശേഷം ഇവൾക്ക് കഴിക്കാനുള്ളതും അതേപോലെ തന്നെ സിയാന് കഴിക്കാനുള്ളതൊക്കെ രണ്ടാക്കി തരം തിരിച്ച് ഇവളെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം യാവോ തന്നെ അവന്റെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവന് കൊണ്ട് കൊടുക്കുന്നു. ജോണും മറഞ്ഞു നിന്ന് സിയാൻ ആ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ സിയാൻ ഇപ്പോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങുകയാണ്. പക്ഷെ അപ്പോഴേക്കും റെയ്ന ഇവന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇവന്റെ അടുത്തേക്ക് വന്ന് നിനക്കെന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോവാനാവില്ല, നീ ഇനി മുതല് എന്നും ഒരു ഫൂളായിട്ട് എന്നോടൊപ്പം ജീവിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ തൊടുമ്പോ പെട്ടെന്ന് അവൻ ഇവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അങ്ങനെ സിയാൻ എഴുന്നേൽക്കുമ്പോ പെട്ടെന്ന് തന്നെ ഇവള് നിനക്കെന്നെ ഓർമ്മയുണ്ടോ സിയാൻ, ഞാൻ നിന്റെ വൈഫാണ് എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ സിയാൻ ആണെങ്കിൽ ഇവളെ പിടിച്ച് തള്ളിക്കളയുന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മുന്നിൽ വരും എന്ന് ചോദിച്ചോണ്ട് അവന്റെ ഓർമ്മ എവിടെയും പോയിട്ടില്ലല്ലോ. അപ്പൊ ഇവൾക്ക് അത് വളരെ ഷോക്ക് ആവുന്നുണ്ട്. നിനക്ക് ഇപ്പോഴും എങ്ങനെയാണ് ഓർമ്മയുള്ളത് എന്ന് ചോദിച്ചോണ്ട്, കാരണം ഇവന് കഴിക്കാനായിട്ട് ഒരു മരുന്ന് കൊടുത്തിരുന്നല്ലോ. അപ്പോ സിയാൻ ഇവളുടെ അടുത്തേക്ക് വന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണോ നീ വീണ്ടും ഇത്രയും മോശമാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ എന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറയുമ്പോൾ സിയാൻ അവളോട് നീ എന്നെ ഇഷ്ടപ്പെടുന്നത് ഞാനൊരു പൈലറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്, പക്ഷെ നീ കാരണം ഇപ്പോ എന്റെ കൈകൾക്ക് വിറയല് ബാധിച്ചിരിക്കുകയാണ്. സോ എന്തായാലും ഇനി മുതൽ എനിക്ക് ഫ്ലൈറ്റ് ഉയർത്താൻ സാധിക്കില്ലെന്നാ തോന്നുന്നത്, ഇപ്പോഴും നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് അവന്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാനെന്ന് ആ ഒരു ആക്സിഡന്റിൽ ഉന്നം വെച്ചത് യാവോയാണ്, നിങ്ങളെ ആയിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അങ്ങോട്ട് പോലീസ് വന്നോണ്ടിരിക്കുകയാണ്. ആ ഒരു സൈറൻ കേട്ട് ഉടനെ തന്നെ ഇവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങുന്നു. ഇവള് പോലീസിൽ നിന്ന് ഒളിച്ച് നടക്കുകയാണല്ലോ. പക്ഷെ ജോൺ വന്ന് അവളെ തടയുന്നു. അപ്പോ റെയ്ന ജോണിനോട് നീ ആ മരുന്ന് ഇവന് കൊടുത്തില്ല അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവൻ ഞാൻ എങ്ങനെയാ അത് ചെയ്യാ, നീ യാവോയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ആ നിനക്ക് വേണ്ടി ഞാൻ നിന്നോട് സഹകരിക്കണം, ഞാനിതെല്ലാം ചെയ്തത് നിന്റെ തനി നിറം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പോലീസ് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ ഇവളെ അവിടെ നിന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. യഥാർത്ഥത്തില് റെയ്ന കൊടുത്ത ആ ഒരു മെഡിസിൻ നമ്മുടെ ജോൺ സിയാന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റെയ്നയെ ഇവരുടെ ഫ്ലാറ്റിൽ നിന്ന് പോലീസ് കൂട്ടിക്കൊണ്ട് പോകുന്നതൊന്നും മനസ്സിലാവാതെയാണ് അങ്ങോട്ട് നമ്മുടെ യാവോ എത്തുന്നത്. എന്താണ് നടക്കുന്നതെന്നും ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം ജോണും സിയാനും കൂടി നമ്മുടെ യാവോയെ വിളിച്ചിരുത്തി കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. അതായത് റെയ്ന ജോണിനെ സമീപിച്ച കാര്യവും അതേപോലെ തന്നെ മെഡിസിൻ ഒക്കെ ഫുഡിൽ കലർത്തി കൊടുക്കാൻ പറഞ്ഞ കാര്യവും ഒക്കെ തന്നെ. ഈ കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ ജോൺ
ജോൺ സിയാനോട് പറഞ്ഞിട്ടുണ്ട്. അവര് തമ്മിൽ കളിച്ചൊരു നാടകത്തിന്റെ ഫലമായിട്ടാണ് റെയ്നയെ കറക്റ്റ് ആയിട്ട് പിടികൂടാൻ സാധിച്ചത്. അപ്പൊ ഇവര് രണ്ടുപേരും ഇത് ഇവളോട് മറച്ചു വെച്ചിട്ടാണല്ലോ പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ഇവളിപ്പോ നല്ല ദേഷ്യത്തിലാണ്. മാത്രമല്ല സിയാന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടില്ല എന്ന കാര്യം കൂടി അറിയുമ്പോൾ ഇവളെ ഇത്രയും നാളും അവൻ ഫൂളാക്കിക്കൊണ്ടിരുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോ നല്ല കലിപ്പിലാണ്. അതിനുശേഷം യാവോ ഓഫീസിലിരിക്കുന്ന സമയത്ത് സിയാൻ അവളെ കാണാൻ വരുമ്പോ പോലും ഇവള് അവനെ അവോയ്ഡ് ചെയ്യാണ്. നിന്റെ ഓർമ്മകളൊന്നും എവിടെയും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനി മേലെ എന്നെ കാണാൻ വരരുത്, ഞാൻ നിന്റെ വൈഫല്ല എന്ന് പറയുന്നു. പക്ഷെ സിയാൻ അവളോട് ഇപ്പോഴും നീ തന്നെയാണ് എന്റെ വൈഫ് എന്ന് പറയുമ്പോൾ ഇവള് നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും വീണ്ടും വീണ്ടും ആവർത്തിക്കണമെന്നില്ല, നീ നിന്റെ ട്രിക്കുകൾ ഉപയോഗിച്ച് എന്നെ വീണ്ടും വലയിൽ വീഴ്ത്താൻ ശ്രമിക്കണ്ട, എന്നെ നീ ഇനിയും ഫുള്ളാക്കരുത് എന്ന് പറയുമ്പോൾ ഇവൻ ആ ഒരു ഡിവോഴ്സിന്റെ പേപ്പർ എടുത്ത് കാണിക്കുന്നു. ഇവൻ അതെല്ലാം തന്നെ ദേഷ്യം വന്ന് മുന്നേ തന്നെ വലിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഡിവോഴ്സിന്റെ പേപ്പർ എടുത്ത് കാണിക്കുന്നു. അതിലിവൻ ഇതുവരെയും സൈൻ ചെയ്തിട്ടില്ലല്ലോ. സോ ആ കാര്യങ്ങള് ഇവളോട് പറയുന്നു. എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് ഒരിക്കൽ പോലും ചേഞ്ച് ആയിട്ടില്ല, ഞാൻ നിന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്ത് വേദനിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും ഇതിന്ന് പിന്മാറാൻ തയ്യാറല്ല. പക്ഷെ ഇവള് അതൊന്നും കേട്ടിട്ടും അവനോടുള്ള ദേഷ്യം മാറാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇവനും അവളുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അവള് ഇവനെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോ ജോൺ ഇവരുടെ അടുത്തേക്ക് വന്ന് എന്റെ കാർ അവിടെയുണ്ട്, നീ വരുന്നു എന്ന് ചോദിക്കുമ്പോ സിയാൻ അവനോട് നിനക്ക് എന്റെ വൈഫിന്റെ അടുത്ത് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അവര് തമ്മില് അങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ യാവോ അവിടെ നിന്ന് പോകുന്നു. ഇവര് രണ്ടുപേരും അവളുടെ പിന്നാലെ തന്നെ ചെല്ലുന്നു. അങ്ങനെ അവള് എത്തുന്നത് ഒരു പാർട്ടിയിലേക്കാണ്. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരു മാസ്ക് പോലത്തെ ഒരു സംഭവം കൊടുക്കുന്നു. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോ സിയാൻ ജോണിനോട് എന്നെയും എന്റെ യാവോയും തമ്മിൽ പിരിക്കാൻ നീ വിചാരിക്കണ്ട എന്ന് പറയുമ്പോൾ ജോൺ അവനോട് ഇനി നീ എന്നെങ്കിലും യാവോയെ വേദനിപ്പിക്കാനോ കഷ്ടപ്പെടുത്താനോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ എന്തായാലും നോക്കിക്കൊണ്ട് നിൽക്കില്ല, അവള് പിന്നെ എനിക്കുള്ളതായിരിക്കും എന്ന് പറയുമ്പോൾ സിയാനും അതിന് ഞാൻ ഒരിക്കലും ഇടവരുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് യാവോയുടെ അടുത്തേക്ക് പോകുന്നു. അവൻ കൈയൊടുക്കുമ്പോ അവളും അവളുടെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവനോടൊപ്പം ഡാൻസ് ചെയ്യാനായിട്ട് പോകുന്നു. അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങില് ഈ ഡ്രാമ അവസാനിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ജോണിനെയും യാവോയും ആണോ അതേപോലെ യാവോയെയും സിയാനെയാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.